കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഐക്യരക്കോണത്ത് കുടുംബയോഗം സംഘടിപ്പിച്ചു. ഐക്യരക്കോണം ബൂത്ത് ജനറൽ സെക്രട്ടറി രാഹുൽ രാജിന്റെ വസതിയിൽ ചേർന്ന കുടുംബയോഗം മിസോറാം മുൻ ഗവർണറും ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗവുമായ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തളർന്ന് തകർന്ന് നാമാവിശേഷമായി എന്ന് പറഞ്ഞാൽ എത്രയോ തൊഴിലാളികളാണ് പട്ടിണിയിലായത്, തൊഴിലില്ലാതായത്. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ശോചനീയമായ അവസ്ഥ ഉണ്ടാക്കിയതാരാണ്? ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇത് പരിഹരിക്കപ്പെടണം. കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. ഈ നാട്ടിൽ ഈ നാടിൻ്റേതായിട്ടുള്ള പ്രത്യേക പ്രശ്നങ്ങൾ അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു റിവൈവൽ, ഒരു പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കി അത് കേന്ദ്രത്തിൽ സമർപ്പിച്ച് അതിനുവേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കും വരെ അതിൽ തന്നെ ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ജനപ്രതിനിധിക്കുള്ള നമുക്ക് പ്രയോജനം. അങ്ങനെ ജനപ്രതിനിധികൾ കേരളത്തിലുടനീളം ഉണ്ടാകണം. അതുകൊണ്ടാണ് 20 മണ്ഡലത്തിൽ എൻ.ഡി.എയുടെ വിജയം ഉറപ്പാക്കണം. കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അടുത്ത 5 വർഷം കൊണ്ട് എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മാനിഫെസ്റ്റോയിൽ എൻ.ഡി.എ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മുടെ അടിസ്ഥാനമായ മൗലികങ്ങളായ ജീവൽ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഇവിടുത്തെ വ്യവസായം, വാണിജ്യം, വ്യാപാരം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി, വികസനം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വക കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ലോക്സഭ കൂടുന്ന സന്ദർഭത്തിൽ അവിടെ പോയി ബഹളം വെക്കാൻ വിലയേറിയ സമയം മുഴുവൻ തന്നെ ഉപയോഗപ്പെടുത്താതെ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് പിന്നെയും കുറെ കൂടി സമയം കിട്ടിയാൽ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പോയി സത്യാഗ്രഹം അനുഷ്ഠിക്കാനും മാത്രമാണ് സമയം ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ 20 എം.പിമാരും വാസ്തവത്തിൽ കേരളത്തോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. അവരാരും കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ സമർപ്പിച്ചിട്ടില്ല, അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല, അത് ചർച്ചയാക്കിയിട്ടില്ല, അത് ലോക്സഭയിൽ ഉന്നയിച്ചിട്ടില്ല. ലോക്സഭയിലെ മറ്റംഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അത് ഓരോ മന്ത്രാലയങ്ങളിൽ പോയി മന്ത്രിമാരെ കണ്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള വികസന പദ്ധതി കൊടുത്ത് ആ മന്ത്രാലയത്തിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സഹായങ്ങളോ വാങ്ങി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ മണ്ഡലം അവികസിതമായി ഇന്നും കിടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ഈ ഭാരതത്തിലുടനീളം നടത്തിയിരിക്കുന്ന എല്ലാ വികസന പദ്ധതികളുടെയും ഗുണഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കും ലഭിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്, നേർക്കാഴ്ചയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്ന വിപുലങ്ങളായ ആ വികസന പദ്ധതികളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ എന്തൊക്കെ നടപ്പിലാക്കി എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാകും. പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ 10 വർഷം മുമ്പ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതായിരിക്കും മുൻഗണന. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തണമെന്നും ജനക്ഷേമകരമായ പദ്ധതികൾക്കാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കുമ്മനം രാജശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. LDF ഭരണത്തിൽ കേരളത്തിൻ്റെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നും അഴിമതിയിൽ മുങ്ങിയ സ്വജനപക്ഷപാതമാണ് കേരള സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. ഐക്യരക്കോണം ബൂത്ത് പ്രസിഡന്റ് ശ്യാംകുമാർ കുടുംബയോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബി.ജെ.പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം, RSS പുനലൂർ സംഘജില്ലാ കാര്യവാഹ് സതീഷ്, സജി,
സുബേഷ് സുരേന്ദ്രൻ, വത്സല ദിനേശ്, ബി രാധാമണി, ബിജു ചെമ്പകശ്ശേരി, സുജിത്ത് കലയനാട്, ചോട്ടു ശങ്കർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.